പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പാർട്ട് 5 ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. ദി ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്, cos x plus y, cos x minus y, sin x plus y, sin x minus y തുടങ്ങിയവയുടെ വാല്യൂസ് ആണ് ഇതിൽ കാണാനുള്ളത്. നമ്മൾ പഠിച്ച രണ്ട് റിസൾട്ട് ഉണ്ട്. ഒന്ന് sin മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, അതുപോലെ തന്നെ cos മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഈ രണ്ട് റിസൾട്ടും ഇവിടെ നമുക്ക് ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. cos മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, sin മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് റിസൾട്ട് ഇതാണ്. cos x plus y ഈക്വൽ ടു cos x cos y മൈനസ് sin x into sin y. If x and y are two angles x plus y, cos x plus y sum of two angles ആണ്. cos x plus y യുടെ വാല്യൂ cos x into cos y മൈനസ് sin x into sin y. ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് O0, 0. Then this circle passing through the point 1, 0. This point is P4. P4, 1, 0. Our aim is to find the value of cos x plus y. Cos x plus y യുടെ വാല്യൂ കാണാൻ നമ്മൾ ചെയ്യേണ്ടത്. Here this angle is x. ഇല്ലേ? P4 or P1. Angle P4 or P1 is x radian. So this point is cos x sin x. ഇവിടെ വരുന്ന x കോർഡിനേറ്റ് cos x ആണ് വരിക, y കോർഡിനേറ്റ് sin x. So this point is cos x and this is sin x. P1 coordinate of P1 is cos x sin x. Now let this angle is y. This angle is y. So this point from here up to here the value is x. This is y. So the angle between P4 and P2, this angle is x plus y എന്ന് വരും. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് x plus y എന്ന് വരും. So the coordinate of this point P2 is cos x plus y sin x plus y എന്ന് വരും. കാരണം ഇവിടുന്ന് ഇതുവരെ x ആണ്, ഇവിടുന്ന് ഇതുവരെ എത്തുമ്പോഴേക്ക് y ആയി, ഇവിടെ എത്തുമ്പോഴേക്ക് x plus y വന്നില്ലേ. So the coordinate of this point is cos x plus y sin x plus y. ഇനി നമ്മൾ ചെയ്യുന്നത് മൈനസ് y എന്നുള്ള ഈ yക്ക് ഈക്വൽ ആയിട്ട് ഒരു ആംഗിൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുക. ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ മൈനസ് y എടുക്കുക. സോ ദിസ് കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് ദിസ് ഈസ് P3 കോസ് മൈനസ് y സൈൻ മൈനസ് y എന്നാണ്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് വരിക കോസ് മൈനസ് y സൈൻ മൈനസ് y എന്നാണ് വരിക. ഇനി ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ഏതൊക്കെയാ? കൺസിഡർ ദി ട്രയാങ്കിൾസ് P1 or P3. ഏതാ P1 or P3 എന്ന് പറഞ്ഞാൽ P1 or P3. ഇതൊരു ട്രയാങ്കിൾ ആണ്, P1 or P3. അതുപോലെ P2 or P4. P2, this is P2 or P4. This is another triangle. ഈ ട്രയാങ്കിളിൽ നമുക്കറിയാം ഇവിടുന്ന് ഇതുവരെ എത്തുമ്പോൾ എക്സ് ആയി ആംഗിൾ, ഇവിടെ y. ഇവിടുന്ന് ഇതുവരെയുള്ള ആംഗിൾ എക്സ് പ്ലസ് വൈ ആണ് അല്ലെ. ദി ആംഗിൾ P4 or P2. Angle P4 or P2 is equal to x plus y എന്ന് വരും. ഇവിടെ ഇതുവരെ x ഉം y. So what is the angle P2 or P4? ഈ ബാക്കിയുള്ള ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ 2π ആണ് വരിക. 2π x plus y കുറച്ചാൽ പോരെ. So we get angle P2 or P4 equal to 2π minus x plus y എന്ന് വരും. മൊത്തം 2π ആണ്. ഇവിടുന്ന് ഇതുവരെ x plus y ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ 2π minus x plus y എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ ഈ ആംഗിൾ എത്ര നോക്കാം നമുക്ക്. P1 ഓ P3 ആംഗിൾ വരുന്ന അതിന് നമുക്കറിയാം ആംഗിൾ P3 ഓ P1. P3 ഇവിടെ ഉണ്ട്. P3 ഓ P1. ദിസ് ആംഗിൾ ഈസ് നമുക്കറിയാം ഈ ആംഗിൾ x ആണ്. ഈ ഡയറക്ഷനിൽ മൈനസ് y ആണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് എടുക്കുമ്പോഴോ ഈ ഡയറക്ഷൻ എടുക്കുമ്പോൾ y എന്ന് വരും. സോ ദിസ് ആംഗിൾ ഈസ് ആൾസോ എക്സ്. ഇവിടുന്ന് ഇതുവരെ y എന്ന് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് x, y പ്ലസ് x എന്ന് വരും. So we get angle P3 or P1 is equal to y plus x. അതായത്
ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ എക്സ് പ്ലസ് വൈ വരും. സോ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ നേരത്തെ പറഞ്ഞ 2π മൈനസ് എക്സ് പ്ലസ് വൈ എന്നാണ് വരിക. സോ വി ഗെറ്റ് P1 O P3. ആംഗിൾ P1 O P3 2π മൈനസ് എക്സ് പ്ലസ് വൈ എന്ന്. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾ P1 O P3 P2 O P4. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് രണ്ട് സൈഡും റേഡിയസ് ഓഫ് എ സർക്കിൾ ആണ്. ഇത് കണ്ടില്ലേ, ഈക്വൽ ആയിരിക്കും. ഇപ്പൊ രണ്ട് സൈഡും ഈക്വൽ ആണ്. അതിന്റെ അടുക്കുള്ള ആംഗിൾ ഉണ്ടല്ലേ, രണ്ട് ആംഗിൾ ഒന്ന് കിട്ടി നമുക്ക്. ആംഗിൾ P2 O P4 ഈസ് ഈക്വൽ ടു ആംഗിൾ P1 O P3. രണ്ടും 2π മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെ 2π മൈനസ് എക്സ് പ്ലസ് വൈ ഇട്ടില്ലേ. അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, അതിന്റെ അടുക്കുള്ള ആംഗിളും ഈക്വൽ ആണ്. സോ വി സേ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. എന്താ കോൺഗ്രുവന്റ് ആംഗിളിന്റെ പ്രത്യേക, ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? അതിന്റെ മൂന്നാമത്തെ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ വി ഗെറ്റ് ദി ട്രയാങ്കിൾസ് P1 O P3. P1 O P3 എന്ന് പറയുന്നത് P1 O P3 ആൻഡ് P2 O P4. P2 O P4. These two triangles are congruent. Congruent ആയതുകൊണ്ട് എന്താ നമുക്ക് പറയാം, ഈ തേർഡ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore P1 P3 equal to P2 P4. P1 എന്നാണ്, P1 P3 ഈ ലൈൻ ഉണ്ടല്ലോ, ഈ തേർഡ് സൈഡും ഈ P2 P4 എന്നുള്ളതും ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്കിവിടെ കിട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ട്. P1 P3 is equal to P2 P4. By using distance formula, we can find the value of P1 P3 and P2 P4. നമുക്കറിയാം the coordinate of P1 is cos x sin x. Coordinate of P3 എന്താ? cos minus y sin minus y. ഇത് ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് കാണാം. P1 P3 കാണാം. അതുപോലെ P2 P4 കാണാനോ? കോർഡിനേറ്റ് ഓഫ് P2 പറഞ്ഞാൽ cos x plus y sin x plus y ആണ്. P2 ന്റെ കോർഡിനേറ്റ് cos x plus y sin x plus y. P1 P4 എന്ന് പറഞ്ഞാൽ 1 0. അപ്പൊ നമുക്ക് P4 1 0 കിട്ടി. P2 cos x plus y sin x plus y. P1 cos x sin x വരും. P3 cos minus y sin minus y. ഈ വാല്യൂ ഉപയോഗിച്ച് ഇതിന്റെ രണ്ടിന്റെ ഈ രണ്ട് ഡിസ്റ്റൻസ് കാണാം. P1 P3 കാണാം, P2 P4 കാണാം. അപ്പൊ നമുക്ക് P1 എന്നുള്ള പോയിന്റ് നോക്കൂ, cos x sin x ആണ്. P3 എന്ന് പറഞ്ഞാൽ cos minus y sin minus y ആണ്. P2 cos x plus y sin x plus y. P4 1 0. ഇനി ഇതിൽ നിന്ന് നമുക്ക് P1 P3 കാണാം. നമുക്കറിയാവുന്ന റിസൾട്ട് ഉണ്ട്. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ബി സിക്കൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ സ്ക്വയർ എടുത്താൽ എ ബി സ്ക്വയർ എടുത്താൽ ഇവിടെ റൂട്ട് ക്യാൻസൽ ആവും. സോ എ ബി സ്ക്വയർ ഈക്വൽ ടു x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഫസ്റ്റ് നമ്മൾ P1 P3ന്റെ സ്ക്വയർ കാണാം. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P1 ആൻഡ് P3. P1 P3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ നോക്കൂ, cos മൈനസ് y മൈനസ് cos x ഇതിലെ x2 മൈനസ് x1 സ്ക്വയർ രൂപത്തിൽ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. y2ന്റെ സ്ഥാനത്ത് sin മൈനസ് y മൈനസ് sin x പ്ലസ് sin x അല്ലേ, ഹോൾ സ്ക്വയർ. x1 വാല്യൂ എടുത്ത് ഇത് x2 ആയിട്ട് എടുത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി cos മൈനസ് y എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചില്ല, ഫസ്റ്റ് തന്നെ ഇതും ചെയ്തില്ലേ. cos മൈനസ് y ആണ് cos y എന്നാ. ഇത് നമുക്ക് cos y മൈനസ് cos x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് sin മൈനസ് y എന്ന് പറഞ്ഞാലോ, sin മൈനസ് y എന്നാൽ മൈനസ് sin y ആണ്. മൈനസ് sin y മൈനസ് sin x ഹോൾ സ്ക്വയർ. ഇനി ഈ രണ്ട് ടേമിലും മൈനസ് ഉണ്ട്, മൈനസ് പുറത്തെടുക്കുക. മൈനസിന്റെ സ്ക്വയർ എന്തായി? മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവുമല്ലോ. അപ്പോൾ ഇതിന്റെ വാല്യൂ -1 സ്ക്വയർ ഇൻറ്റു sin y മൈനസ് sin x ഹോൾ സ്ക്വയർ എന്ന് വരിക. -1 സ്ക്വയർ ആണ് വീണ്ടും പ്ലസ് തന്നെ വരിക. സോ വി ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു cos y മൈനസ് cos x ഹോൾ സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് തന്നെ വരിക sin y പ്ലസ് sin x ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. cos y മൈനസ് cos x എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ y പ്ലസ് cos സ്ക്വയർ x മൈനസ് 2 cos x ഇൻറ്റു cos y എന്ന് വരും. a മൈനസ് b ഹോൾ സ്ക്വയർ അല്ലേ, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താലോ, ഇത് sin സ്ക്വയർ y പ്ലസ് sin സ്ക്വയർ x പ്ലസ് 2 sin x sin y എന്ന് വരും. 2 sin x ഇൻറ്റു sin y. ഇനി നമുക്ക് അറിയാം cos സ്ക്വയർ y പ്ലസ് sin സ്ക്വയർ y എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ cos സ്ക്വയർ y ഉണ്ട്. cos സ്ക്വയർ y പ്ലസ് sin സ്ക്വയർ y എന്ന് പറഞ്ഞാൽ 1 ആണ്. cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ എക്സിന്റെ വാല്യൂ തന്നെയാണ് 1 വരും. ഇനി രണ്ട് ടേമിലും കോമൺ 2 ഉണ്ട് അല്ലെ. അപ്പൊ -2 പുറത്തെടുത്തതായി -2 ഇൻറ്റു cos x cos y മൈനസ് sin x sin y എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു
ഇതിന്റെ വാല്യൂ 1 എഴുതി, ഇതിന്റെ വാല്യൂ 1 കിട്ടും. -2, ഈ രണ്ടിന്ന് -2 പുറത്തെടുത്തു. -2 ഇൻറ്റു കോസ് എക്സ് കോസ് വൈ, പക്ഷെ ഇവിടെ +2 അല്ലേ ഉള്ളത്, അതുകൊണ്ട് -2 പുറത്തെടുക്കുമ്പോൾ ഇവിടെ മൈനസ് വരും. -sin x ഇൻറ്റു sin y. സോ വി ഗെറ്റ് 2 - 2 cos x cos y - sin x sin y. അപ്പൊ P1 P3 സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 - 2 ഇൻറ്റു cos x cos y - sin x sin y. അതുപോലെ ഇനി P2 P4 കാണണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. P1 P3 നമുക്ക് കിട്ടി. സോ വി ഗെറ്റ് P1 P3 സ്ക്വയർ ഈസ് 2 - 2 cos x cos y - sin x sin y. ഇനി P2 P4 കാണണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P2 ആൻഡ് P4. P2 P4 സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ 1 അല്ലേ, 1 - cos x plus y whole square പ്ലസ് 0 - sin x plus y whole square. സെയിം ഇക്വേഷൻ തന്നെ വരും. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 - 2 cos x plus y plus cos square x plus y വരും. a square - 2ab plus b square രൂപത്തിൽ 1 square 1 തന്നെ, -2 ഇൻറ്റു cos x plus y ഇൻറ്റു 1 പ്ലസ് ഇതിന്റെ സ്ക്വയർ cos square x plus y. ഇനി ഇത് 0 എഴുതേണ്ട ആവശ്യമില്ല. -sin x plus y സ്ക്വയർ പറഞ്ഞാൽ മൈനസിന് പ്ലസ് വരും, sin square x plus y വരും, പ്ലസ് sin square x plus y. ഇനി ഇവിടെ നോക്കും, വീണ്ടും cos square x plus y ഇവിടെ ഉണ്ട്, പ്ലസ് sin square x plus y. cos square x plus y പ്ലസ് sin square x plus y എന്ന് പറഞ്ഞാൽ വീണ്ടും 1 വരും അല്ലെ. cos square x plus sin square x 1 അല്ലേ, ഇതിന്റെ വാല്യൂ 1 കിട്ടും. സോ വി ഗെറ്റ് ദിസ് ഈസ് 1 - 2 cos x plus y plus 2. ഈ 1 + 1 എന്നുള്ള 2 എന്ന് എഴുതാം. That is 2 - 2 cos x plus y. അപ്പൊ നമുക്ക് P1 P3 സ്ക്വയറിന്റെ വാല്യൂ ഇത് കിട്ടി, P2 P4 സ്ക്വയറിന്റെ വാല്യൂ ഇതും കിട്ടി. ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് cos x plus y നമുക്കൊരു വാല്യൂ കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ P1 P3 സ്ക്വയർ ഈക്വൽ 2 - 2 cos x plus cos y - sin x sin y. P2 P4 സ്ക്വയർ ഈസ് ഈക്വൽ 2 - 2 cos x plus y. നമുക്കറിയാം P1 P3 ഈക്വൽ P2 P4 ആണ്. ഇപ്പൊ സ്ക്വയർ ചെയ്താൽ ഈക്വൽ ആയിരിക്കും. P1 P3 സ്ക്വയർ ഈക്വൽ P2 P4 സ്ക്വയർ. സോ വി ഗെറ്റ് ആദ്യം ഈ വാല്യൂ 2 - 2 cos x cos y - sin x sin y ഈക്വൽ ടു 2 - 2 cos x plus y. ഇനി 2 എന്ത് ചെയ്യുക, രണ്ട് സൈഡിൽ ക്യാൻസൽ ചെയ്യുക. ഒന്ന് വരും -2 ഇൻറ്റു cos x cos y - sin x sin y ഈക്വൽ ടു -2 cos x plus, രണ്ട് സൈഡിൽ -2 ഡിവൈഡ് ചെയ്യാം, രണ്ട് ഭാഗത്തും -2 ഡിവൈഡ് ചെയ്യും. അപ്പം എന്ത് കിട്ടും? cos x plus y ഈക്വൽ ടു cos x cos y - sin x sin y എന്ന് കിട്ടും. cos x plus y ഇതാദ്യം എഴുതി, cos x plus y ഈക്വൽ ടു cos x cos y - sin x sin y. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഫസ്റ്റ് റിസൾട്ട് ഇതാണ്. cos x plus y ഈക്വൽ ടു cos x ഇൻറ്റു cos y - sin x ഇൻറ്റു sin y. Thus we get cos x plus y ഈക്വൽ ടു cos x ഇൻറ്റു cos y - sin x ഇൻറ്റു sin y. ഈ റിസൾട്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാ റിസൾട്ടും നമ്മൾ കണ്ടുപിടിക്കുന്നത്. cos x plus y ഈക്വൽ ടു cos x ഇൻറ്റു cos y - sin x ഇൻറ്റു sin y. ഫസ്റ്റ് റിസൾട്ട് ആണ് ഇതിലുള്ള കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. ഇനി cos x minus y കാണാനുള്ള ഇക്വേഷൻ അതാണ്. cos x minus y ഈക്വൽ ടു cos x ഇൻറ്റു cos y പ്ലസ് sin x ഇൻറ്റു sin y എന്ന് വരും. cos x പ്ലസ് y ആയപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ആയിരുന്നു. cos x മൈനസ് y ആകുമ്പോൾ ഇവിടെ പ്ലസ് വരും. cos x ഇൻറ്റു cos y പ്ലസ് sin x ഇൻറ്റു sin y. അപ്പൊ നമ്മൾ പഠിച്ച റിസൾട്ട് ഇതാണ്. cos x പ്ലസ് y ഈക്വൽ ടു cos x ഇൻറ്റു cos y മൈനസ് sin x ഇൻറ്റു sin y. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഫസ്റ്റ് ഐഡന്റിറ്റി ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കാണേണ്ടത് cos x മൈനസ് വൈയുടെ വാല്യൂ cos x cos y പ്ലസ് sin x ഇൻറ്റു sin y എന്ന് കിട്ടണം. അതിന് ആദ്യം ഈ ഇക്വേഷൻ എന്താ, ഇതിൽ വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, റീപ്ലേസിംഗ് y ബൈ മൈനസ് y ഇൻ ഐഡന്റിറ്റി 1. വൈയുടെ സ്ഥാനത്ത് മൈനസ് y എന്ന് കൊടുക്കുക. ഇക്വേഷൻ അങ്ങനെ വരും. അപ്പൊ cos x പ്ലസ് മൈനസ് y എന്ന് വരും. ഇതുപോലെ വരും. cos x പ്ലസ് ഇവിടെ വൈയുടെ സ്ഥാനത്ത് മൈനസ് y എന്ന്, മൈനസ് y ഈക്വൽ ടു cos x ഇൻറ്റു cos മൈനസ് y, പിന്നെ മൈനസ് എഴുതി, മൈനസ് sin x ഇൻറ്റു sin മൈനസ് y. വൈയുടെ സ്ഥാനത്ത് മാത്രം മൈനസ് y എന്ന് കൊടുത്തു. അല്ലേ? ഇനി നോക്കൂ, cos മൈനസ് y എന്ന് പറഞ്ഞാൽ എന്താ, cos മൈനസ് y ആണ് cos y എന്നാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതിയ റിസൾട്ട് ഇതാണ്. cos മൈനസ് y ആണ് cos y. sin മൈനസ് y എന്ന് പറഞ്ഞാലോ മൈനസ് sin y എന്നാണ്. sin മൈനസ് വൈയുടെ വാല്യൂ മൈനസ് sin y. അപ്പൊ ഈ രണ്ട് മൈനസ് വൈ എന്നാൽ പ്ലസ് എന്ന് വരും. ഇവിടെ cos y എന്ന് വരും. സോ വി ഗെറ്റ് ഇത് cos x മൈനസ് y എന്നാണ്. x പ്ലസ് മൈനസ് y ആണ് x മൈനസ് y. cos x മൈനസ് y ഈക്വൽ ടു cos x ഇൻറ്റു cos y, രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആയില്ലേ, പ്ലസ് sin x ഇൻറ്റു sin. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. cos x മൈനസ് y ഈക്വൽ ടു cos x ഇൻറ്റു cos y പ്ലസ് sin x ഇൻറ്റു sin y. ഇപ്പൊ രണ്ട് റിസൾട്ട് നമ്മൾ പഠിച്ചു.
ഇനി ഇതിൽ വരുന്ന രണ്ട് റിസൾട്ടുകളാണ് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് പൈ ബൈ ടു 90 ഡിഗ്രി അല്ലേ, കോസ് 90 ഡിഗ്രി മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് വരും. അതുപോലെ സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഇത് നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് കാണുന്നത്. കോസ് എക്സ് മൈനസ് വൈ സമം എന്തായിരുന്നു? കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. സോ കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ ടു എന്നും കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് എക്സ് എന്നും കൊടുക്കുക. അപ്പൊ കോസ് പൈ ബൈ ടു കോസ് എക്സ് പ്ലസ് ടു സൈൻ പൈ ബൈ ടു സൈൻ എക്സ്. കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാ? കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു കോസ് പൈ ബൈ ടു ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ പൈ ബൈ ടു ഇൻറ്റു സൈൻ എക്സ്. ദാറ്റ് ഈസ് കോസ് പൈ ബൈ ടു 0 0 ഇൻറ്റു കോസ് എക്സ് പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ്. That is equal to sin x. So we get cos pi by 2 minus x equal to cos pi by 2 minus x equal to sin x. അടുത്ത നമുക്ക് കാണേണ്ടത് sin pi by 2 minus x equal to cos x എന്നാണ് കിട്ടേണ്ടത്. sin pi by 2 minus x equal to cos x. ഈ റിസൾട്ട് കിട്ടാൻ നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? x ന്റെ സ്ഥാനത്ത് pi by 2 minus x എന്ന് കൊടുക്കുക. x ന്റെ സ്ഥാനത്ത് പൈ ബൈ ടു മൈനസ് എക്സ്. അപ്പൊ ഇങ്ങനെ വരും നോക്കൂ. കോസ് പൈ ബൈ ടു ഇവിടെ എഴുതി, മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി? പൈ ബൈ ടു മൈനസ് എക്സ്. അപ്പോ ഈ പൈ ബൈ ടു ഇവിടെ എഴുതി, പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ എന്താവും? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഈ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് കൊടുക്കണം. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന്. ഇതേ ഇക്വേഷൻ തന്നെ ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് കൊടുത്തു. സോ വി ഗെറ്റ് കോസ് പൈ ബൈ ടു മൈനസ് എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് വരും. ഇനി ഈ പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു എന്താ? പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു ക്യാൻസൽ. ഇവിടെ 2 മൈനസ് ഉണ്ട്, പ്ലസ് എക്സ് എന്ന് വരും. ഈ ഭാഗം മൊത്തം എവിടെ ചെയ്താലും നമുക്ക് കിട്ടുന്നത് കോസ് എക്സ് എന്ന് വരും. കോസ് എക്സ് ഈക്വൽ ടു സൈൻ പൈ ബൈ ടു മൈനസ് എക്സ്. തിരിച്ചിട്ടാല് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. രണ്ടാമത്തെ റിസൾട്ട് അല്ലേ, സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പൊ 2 റിസൾട്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഒന്ന് cos pi by 2 minus x equal to sin x, sin pi by 2 minus x equal to cos x. ഈ റിസൾട്ട് നമുക്ക് ഒരു എക്സിന് ഒരു വാല്യൂ കൊടുത്തും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. വി നോ cos pi by 2 minus x എന്താണ്? sin x എന്നല്ലേ? pi by 2 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ നമുക്ക് cos 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എന്തായിരിക്കണം ഇക്വേഷൻ പ്രകാരം? cos 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി എന്ന് വരണം. cos പൈ ബൈ ടു മൈനസ് എക്സ് സൈൻ എക്സ് അല്ലേ? സോ cos 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി. ഇനി നമുക്ക് ഇത് രണ്ട് സൈഡും വെരിഫൈ ചെയ്ത് ഈക്വൽ ആണെന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് cos 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എന്നാണ്. ശരിക്കും 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ആണ് എത്രയാ? 30 ഡിഗ്രിയാണ്. 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി 30 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു cos 30 ഡിഗ്രി. വി നോ cos 30 ഡിഗ്രി ഈക്വൽ ടു √3/2. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ √3/2. ഇനി സൈൻ 60യുടെ വാല്യൂ എത്ര നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രി ആണ് √3/2 എന്നല്ലേ? രണ്ടും ഈക്വൽ ആണ് ഇതല്ലേ? സോ വി ഗെറ്റ് cos 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി. ഒന്നാമത്തെ റിസൾട്ട് നോക്കാം. cos പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഈ വാല്യൂ വെച്ച് നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യാം. അതുപോലെ സൈനിലും നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സൈൻ 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി cos 60 ഡിഗ്രി എന്ന് വരണം. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ആണ് കോസ് എക്സ് ആണല്ലോ. അപ്പോ സൈൻ 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി കോസ് 60. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്ര വരും നോക്ക്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു സൈൻ 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. ദാറ്റ് ഈസ് സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2. റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു കോസ് 60 ഡിഗ്രി. കോസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 തന്നെ. രണ്ടും ഈക്വൽ ആണല്ലോ. സോ വി ഗെറ്റ് സൈൻ 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു കോസ് 60. ദാറ്റ് ഈസ് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. പ്രധാനപ്പെട്ട 2 റിസൾട്ടുകളാണ്. ഈ റിസൾട്ട് കൃത്യമായിട്ടും അറിയണം. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് സൈൻ. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. നമ്മൾ പഠിച്ച റിസൾട്ട് ഇതാണ്. cos x minus y equal to cos x into cos y plus sin x into sin y. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി cos pi by 2 minus x equal to
സൈൻ എക്സ് ആണ്. ഇത് നമ്മൾ പഠിച്ച റിസൾട്ടാണ്. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇത് തിരിച്ചെഴുതി എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഈക്വൽ ടു എന്ത് വരും? കോസ് പൈ ബൈ ടു മൈനസ് എക്സ്. സൈൻ എക്സ് ഈക്വൽ ടു കോസ് പൈ ബൈ ടു മൈനസ് എക്സ്. ഇനി എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുക. അപ്പൊ സൈൻ എക്സ് പ്ലസ് വൈ സമം എന്താവും? സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ. എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കണം. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് വരും. ഇനി പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ എന്നുള്ളതിനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഒന്ന് ചെയ്തി, പിന്നെ മൈനസ് വൈ ഉണ്ടാവില്ല ഇവിടെ, മൈനസ് വൈ. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് മൈനസ് വൈ എന്ന്. ഇനി കോസ് എക്സ് മൈനസ് വൈ എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സിന്റെ സ്ഥാനത്ത് എന്ത് എടുക്കണം? എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് എടുക്കുക. വൈയുടെ സ്ഥാനത്ത് വൈ തന്നെ ഇല്ലേ? ഇത് പ്രകാരം എക്സ്പാൻഡ് ചെയ്താൽ കോസ് വരും? കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് അല്ലേ? പ്ലസ് സൈൻ എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ ടു മൈനസ് എക്സ് ആണല്ലോ. പൈ ബൈ ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ വൈ എന്നത്. ഇനി കോസ് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? കോസ് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. കോസ് വൈ ഇവിടെ എഴുതി. അതുപോലെ സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാലോ കോസ് എക്സ് ആണ്. പിന്നെ സൈൻ വൈ ഇവിടെ എഴുതി. സോ വി ഗെറ്റ് സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇതാണ് അടുത്ത റിസൾട്ട്. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇനി അടുത്ത സൈൻ എക്സ് മൈനസ് വൈ ആണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. ഈ 4 റിസൾട്ടുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. വി ഹാവ് സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇവിടെ വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? മൈനസ് വൈ എന്ന് കൊടുക്കണം. റീപ്ലേസ് വൈ ബൈ മൈനസ് വൈ ഇൻ ദ ഐഡന്റിറ്റി. വി ഗെറ്റ് സൈൻ എക്സ് പ്ലസ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് മൈനസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ മൈനസ് വൈ. ഈ കോസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് വൈ ആണ്. സൈൻ മൈനസ് വൈ എന്ന് പറഞ്ഞാലോ മൈനസ് സൈൻ വൈ ആണ്. അപ്പൊ മൈനസ് ഇങ്ങോട്ട് വരും. സോ വി ഗെറ്റ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പ്ലസ് മൈനസ് എന്നാൽ മൈനസ് ആയി. സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. ഇവിടെ മൈനസ് 1 മൈനസ് ഇങ്ങോട്ട് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇതാണ് 8ാമത്തെ റിസൾട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു കോസ് എക്സ് പ്ലസ് വൈ ആണ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് എക്സ് മൈനസ് വൈ ആണ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ. അപ്പൊ കോസിൽ ഇവിടെ പ്ലസ് വന്നാൽ മൈനസും, മൈനസ് വന്നാൽ പ്ലസ് വരിക. സൈൻ ആണെങ്കിലോ സൈന് പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ് വരിക. ഇനി 4 റിസൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഒന്ന് കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇത് ഒന്നാമത്തെ റിസൾട്ട്. നമുക്ക് ഈ എക്സ് പ്ലസ് വൈയുടെ ഒന്നാമത്തത് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ. സോ കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് പൈ ബൈ ടു ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ പൈ ബൈ ടു ഇൻറ്റു സൈൻ എക്സ്. കോസ് പൈ ബൈ ടു എത്രയാ? കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ പൈ ബൈ ടു 1 അല്ലേ? മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. സോ കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഒന്നാമത്തെ റിസൾട്ട് കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി നമുക്ക് അടുത്ത കോസ് പൈ മൈനസ് എക്സ്, എക്സ് മൈനസ് വൈ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നത് കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. അടുത്ത റിസൾട്ട് വീണ്ടും ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. കോസ് പൈ മൈനസ് എക്സ് ആണ് കോസ് പൈ ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ പൈ ഇൻറ്റു സൈൻ എക്സ്. ഇവിടെ പ്ലസ് ആണ് അല്ലേ? പ്ലസ് സൈൻ പൈ ഇൻറ്റു സൈൻ. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു കോസ് എക്സ് പ്ലസ് 0 ഇൻറ്റു സൈൻ എക്സ്. അപ്പൊ മൈനസ് കോസ് എക്സ് എന്നായി അല്ലേ? കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. വി ഗെറ്റ് കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഈ റിസൾട്ട് തേർഡ് റിസൾട്ട്. ഇനി ഇവിടെ 2 റിസൾട്ട് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. സൈൻ എക്സ് പ്ലസ് വൈ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എക്സ് മൈനസ് വൈയോ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇവിടെ പ്ലസ് വന്നാൽ സൈനിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ് വരും. ഇപ്പൊ ഈ റിസൾട്ട് നമുക്ക് ഈക്വൽ ആണ്. ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണം. സൈൻ
പൈ ബൈ ടു പ്ലസ് എക്സ് എന്നാൽ സൈൻ പൈ ബൈ ടു ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ ടു ഇൻറ്റു സൈൻ എക്സ്. സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു കോസ് എക്സ് പ്ലസ് 0 ഇൻറ്റു സൈൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. വി ഗെറ്റ് സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അടുത്ത നാലാമത്തെ റിസൾട്ട് സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ് കിട്ടേണ്ടത്. സൈൻ പൈ മൈനസ് എക്സ് എന്നാൽ സൈൻ പൈ ഇൻറ്റു കോസ് എക്സ്. സൈൻ എക്സിന്റെ സ്ഥാനത്ത് പൈ എടുക്കുക. സൈൻ പൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് പൈ ഇൻറ്റു സൈൻ എക്സ്. ഇവിടെ സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇൻറ്റു കോസ് എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ്. രണ്ട് മൈനസ് പ്ലസ് ആയില്ലേ ഈക്വൽ ടു സൈൻ എക്സ് വരും. സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഈ 4 റിസൾട്ടും കൃത്യമായിട്ട് അറിയണം. പ്ലസ് വരുന്നത് ഏതാണ് മൈനസ് വരുന്നത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കല്ല. ഇനി 1-2 ചെറിയ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് സൈൻ 15 ഡിഗ്രി കോസ് 15 ഡിഗ്രി. സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. നമ്മൾ പഠിച്ച റിസൾട്ടാണ്. സോ സൈൻ 15 ഡിഗ്രി ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എന്ന് എഴുതാം. 45 മൈനസ് 30 ആണ് 15 ഡിഗ്രി അല്ലേ. 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. ഇനി ഇതിനെ നമുക്ക് ഈക്വേഷൻ പ്രകാരം എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരും സൈൻ 45 ഇൻറ്റു കോസ് 30 മൈനസ് കോസ് 45 ഇൻറ്റു സൈൻ 30. സൈൻ 45 എന്ന് പറഞ്ഞാൽ എത്രയാ 1/√2. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2. സോ വി ഗെറ്റ് 1/√2 ഇൻറ്റു √3/2. പിന്നെ മൈനസ് കോസ് 45 1/√2 ഇൻറ്റു സൈൻ 30 1/2. ഇവിടെ 2√2 LCM വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ √3 മൈനസ് 1/2√2. സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ ഇതാണ്. √3 മൈനസ് 1/2√2. ഇനി അടുത്ത കോസ് 15 ഡിഗ്രി കാണാൻ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് 15 ഡിഗ്രി ഈക്വൽ ടു കോസ് 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. വീണ്ടും 15 ഡിഗ്രിയെ 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. ഈ ഇക്വേഷൻ പ്രകാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് 45 ഇൻറ്റു കോസ് 30 പ്ലസ് വരും സൈൻ 45 ഇൻറ്റു സൈൻ 30. വീണ്ടും 1/√2 ഇൻറ്റു √3/2. ഇവിടെ പ്ലസ് ആ പ്ലസ് 1/√2 ഇൻറ്റു 1/2. √3 പ്ലസ് 1/2√2. √3 പ്ലസ് 1/2√2. രണ്ടിലും 2√2 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. എൽ സി എടുത്തു കഴിഞ്ഞാൽ √3 പ്ലസ് 1/2√2. നേരത്തെ സൈൻ 15 ഡിഗ്രി √3 മൈനസ് 1/2√2 ആയിരുന്നു. കോസ് 15 ആകുമ്പോൾ √3 പ്ലസ് 1/2√2. ഇനി സൈൻ 75 ഡിഗ്രി കാണാം. കോസ് 75 ഡിഗ്രി. ഇവിടെ സൈൻ എക്സ് പ്ലസ് വൈ ഉപയോഗിക്കുന്നു. സൈൻ എക്സ് പ്ലസ് വൈ ആണ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ 75 ഡിഗ്രിക്ക് സൈൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. സൈൻ 45 ഇൻറ്റു കോസ് 30 പ്ലസ് കോസ് 45 ഇൻറ്റു സൈൻ 30. വീണ്ടും 1/√2 ഇൻറ്റു √3/2 പ്ലസ് 1/√2 ഇൻറ്റു 1/2. വീണ്ടും എൽ സി എടുത്ത് കഴിഞ്ഞാൽ √3 പ്ലസ് 1/2√2. സൈൻ 75 ഡിഗ്രി ഈക്വൽ ടു √3 പ്ലസ് 1/2√2 എന്ന് പറയും. അതുപോലെ കോസ് 75 ഡിഗ്രി നമുക്ക് എങ്ങനെ കാണാം? കോസ് എക്സ് പ്ലസ് വൈ ഇക്വേഷൻ ആദ്യം എഴുതുന്നു. 75 ഡിഗ്രി 45 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി എന്ന് എഴുതുന്നു. ഇക്വേഷൻ പ്രകാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് 45 ഡിഗ്രി ഇൻറ്റു കോസ് 30 മൈനസ് സൈൻ 45 ഡിഗ്രി ഇൻറ്റു സൈൻ 30 എന്ന് വരും. വീണ്ടും സൈൻ കോസ് 45 ഡിഗ്രിക്ക് വാല്യൂ കൊടുക്കുന്നു 1/√2 ഇൻറ്റു √3/2 മൈനസ് 1/√2 ഇൻറ്റു 1/2. 2√2 എൽ സി എടുത്തു കഴിഞ്ഞാൽ √3 മൈനസ് 1/2√2. കോസ് 75 ഡിഗ്രി എന്നുള്ളതും സൈൻ 15 ഡിഗ്രി ഈക്വൽ ആയിരിക്കും. കാരണം 90 മൈനസ് 15 ഡിഗ്രി എന്ന് എഴുതാലോ. അതുപോലെ സൈൻ 75 ഡിഗ്രിയും കോസ് 15 ഡിഗ്രിയും ഈക്വൽ ആയിരിക്കും. ഇനി ഒരു 4 റിസൾട്ട് കൂടി ഇതിൽ വരുന്നുണ്ട്. കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അത് പ്രകാരം കോസ് പൈ പ്ലസ് എക്സിന്റെ വാല്യൂ എത്ര വരും നോക്കാം. കോസ് പൈ പ്ലസ് എക്സ് ആണ് കോസ് പൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ പൈ ഇൻറ്റു സൈൻ എക്സ്. ഇത് പ്രകാരം എക്സ്പാൻഡ് ചെയ്തതാണ്. എക്സിന്റെ സ്ഥാനത്ത് പൈ എന്ന് കൊടുക്കാം, വൈയുടെ സ്ഥാനത്ത് എക്സും കൊടുക്കും. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു കോസ് എക്സ് മൈനസ് 0 ഇൻറ്റു സൈൻ എക്സ്. ഇത് 0 ആയി. കോസ് എക്സ് മൈനസ് കോസ് എക്സ്. കോസ് പൈ പ്ലസ് എക്സ് ഈക്വൽ മൈനസ് കോസ് എക്സ്. റിസൾട്ട് കോസ് പൈ പ്ലസ് എക്സ് ഈക്വൽ മൈനസ് കോസ്. ഈ 4 റിസൾട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ സൈൻ എക്സ്
പൈ പ്ലസ് എക്സ് ഈക്വൽ മൈനസ് സൈൻ എക്സ് രണ്ടാമത്തെ റിസൾട്ട്. അതിന് സൈൻ എക്സ് പ്ലസ് വൈ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇപ്പൊ സൈൻ പൈ പ്ലസ് എക്സ് ആണ് സൈൻ പൈ ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് പൈ ഇൻറ്റു സൈൻ എക്സ്. വീണ്ടും സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 കോസ് എക്സ് പ്ലസ് -1 ഇൻറ്റു സൈൻ എക്സ് കോസ് പൈ -1. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. സൈൻ പൈ പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് രണ്ടാമത്തെ റിസൾട്ട്. ഇപ്പൊ തേർഡ് ക്വാർട്ടറിൽ സൈനും കോസും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടും മൈനസ് ആയിട്ട് വരിക അല്ലേ. പൈ പ്ലസ് എക്സ് ആണ് തേർഡിലേക്ക് വരിക. മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി അടുത്തത് സൈൻ പൈ പ്ലസ് എക്സ് ഈക്വൽ മൈനസ് സൈൻ എക്സ്. ഇനി കോസ് 2π മൈനസ് എക്സ്. കോസ് 2π മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അതും സൈൻ എക്സ് മൈനസ് വൈ പ്രകാരം കോസ് 2π മൈനസ് എക്സ് കോസ് 2π കോസ് എക്സ് പ്ലസ് സൈൻ 2π സൈൻ എക്സ്. കോസ് 2π ആണ് 1 അല്ലേ. 1 ഇൻറ്റു കോസ് എക്സ് മൈനസ് 0 ഇൻറ്റു സൈൻ എക്സ്. ഇത് 0 ആവും. ദിസ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. സോ വി ഗെറ്റ് കോസ് 2π മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ലാസ്റ്റ് സൈൻ 2π മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്. സൈൻ 2π മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ 2π ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് 2π ഇൻറ്റു സൈൻ എക്സ്. സൈൻ എക്സ് മൈനസ് വൈയുടെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യും. 0 ഇൻറ്റു കോസ് എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ്. കോസ് 2π 1 അല്ലേ. -1 ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ എക്സ്. സോ വി ഗെറ്റ് സൈൻ 2π മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇവിടെ 4 റിസൾട്ട് വരുന്നുണ്ട്. ഈ റിസൾട്ടുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്ത കണക്കുകൾ ചെയ്യുന്നത്. കോസ് പൈ പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. സൈൻ പൈ പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. കോസ് 2π മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. സൈൻ 2π മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി ഒന്ന് രണ്ട് ചെറിയ കണക്കുകൾ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 1 സൈൻ 120 ഡിഗ്രി കോസ് 120 ഡിഗ്രി സൈൻ 150 ഡിഗ്രി കോസ് 150 ഡിഗ്രി. നമുക്കറിയാം കോസ് π/2 പ്ലസ് എക്സ് എന്നാൽ മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ π/2 പ്ലസ് എക്സ് എന്നാൽ കോസ് എക്സ്. കോസ് π മൈനസ് എക്സ് മൈനസ് കോസ് എക്സ്. സൈൻ π മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലെ വാല്യൂസിൽ നോക്കൂ. കോസ് മൈനസ് വരുന്നുണ്ട് അല്ലേ. സൈന പ്ലസും വരും. സൈൻ്റെ വാല്യൂ കാരണം സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ പോസിറ്റീവ് ആണല്ലോ. ഇതിന്റെ രണ്ടും പ്ലസ് ആണ്. സൈൻ 120 ഡിഗ്രി ഈക്വൽ ടു സൈൻ 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. 120 ഡിഗ്രി എന്നുള്ളത് 90 പ്ലസ് 30. ഈ സൈൻ 90 പ്ലസ് 30 പറഞ്ഞാൽ എന്താ? സൈൻ 90 പ്ലസ് 30 പറഞ്ഞാൽ കോസ് എക്സ് അല്ലേ. കോസ് 30 ഡിഗ്രി എന്ന് വരും. കോസ് 30 ഡിഗ്രി ആണ് √3/2. സൈൻ 120 ഡിഗ്രി ഈക്വൽ ടു √3/2. അടുത്ത കോസ് 120 ഡിഗ്രിയാ. കോസ് 90 പ്ലസ് 30 എന്ന് എഴുതാം. ഇക്വേഷൻ പ്രകാരം വരും 90 ഡിഗ്രിയാണ് π/2 മൈനസ് സൈൻ 30 ഡിഗ്രി വരും. മൈനസ് സൈൻ 30 ഡിഗ്രി -1/2 ഉണ്ടല്ലേ. അപ്പൊ ഇക്വേഷൻസ് ആണ് നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി സൈൻ 150 ഡിഗ്രി ആണെങ്കിൽ സൈൻ 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. വീണ്ടും ഇതിന്റെ വാല്യൂ വരിക കോസ് 60 ഡിഗ്രി ആണ്. കോസ് 60 ഡിഗ്രി ആണ് 1/2. അതുപോലെ കോസ് 150 ഡിഗ്രി ആണ് കോസ് 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. ഇക്വേഷൻ പ്രകാരം മൈനസ് വരിക. മൈനസ് സൈൻ 60 ഡിഗ്രി മൈനസ് √3/2. ഇപ്പൊ π/2 പ്ലസ് എക്സ് പോലെ തന്നെ π മൈനസ് എക്സ് വെച്ചിട്ട് നമുക്ക് എഴുതാം. π ആണ് 180 ഡിഗ്രിയാണ്. ഇപ്പോ സൈൻ 150 ഡിഗ്രിനെ സൈൻ 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എന്ന് എഴുതാം. ഇപ്പൊ സൈൻ π മൈനസ് എക്സും സൈൻ എക്സ് തന്നെയല്ലേ. ഇതിന്റെ വാല്യൂ സൈൻ 30 ഡിഗ്രി വരും. സൈൻ 30 ഡിഗ്രി എത്ര? 1/2. ഇവിടെ കിട്ടിയില്ല. ഇവിടെ കിട്ടിയ 1/2 തന്നെയാണ്. ഇവിടെ കിട്ടുന്നത് 1/2 തന്നെയാണ്. അതുപോലെ അടുത്ത് നോക്കൂ. കോസ് 150 ഡിഗ്രി ആണ് കോസ് 180 മൈനസ് 30. കോസ് π മൈനസ് എക്സ് ഈക്വേഷൻ മൈനസ് കോസ് എക്സ് എന്ന് വരിക. മൈനസ് കോസ് 30 എന്ന് വരും. മൈനസ് കോസ് 30 ഡിഗ്രികൾ മൈനസ് √3/2. ഇവിടെ കിട്ടിയ വാല്യൂ മൈനസ് √3/2 തന്നെയാണ്. ഇവിടെ മൈനസ് √3/2. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ പഠിച്ച ഒന്നാമത്തെ റിസൾട്ട് ഇതാണ്. കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇപ്പൊ കോസില് പ്ലസ് വന്നാൽ മൈനസ്, മൈനസ് വന്നാൽ പ്ലസ്, സൈന് പ്ലസ്സിൽ പ്ലസ്, മൈനസിന് മൈനസ്. ഈ 4 റിസൾട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിലെ ബാക്കി കണക്കുകളെല്ലാം വരുന്നത്.
പിന്നെ നമ്മൾ പഠിച്ച റിസൾട്ടാണ് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, cos pi minus x equal to minus cos x, sin pi minus x equal to sin x, cos pi plus x equal to minus cos x, sin pi plus x equal to minus sin x, cos 2 pi minus x equal to cos x, sin 2 pi minus x equal to minus sin x. ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇത് ഉപയോഗിച്ചുള്ള കണക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് പഠിക്കലാവും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. താങ്ക് യു ആൾ ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.